കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലും വ്യാപക നാശനഷ്ടങ്ങൾ. താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. തളാപ്പും താവക്കരയിലും കക്കാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. തലശ്ശേരി പാട്യത്ത് വയോധികയെ വെള്ളത്തിൽ വീണ് കാണാതായെന്ന് സംശയം. കണ്ണൂരിൽ ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങൾ തുടരുകയാണ്. നിർത്താതെ പെയ്ത മഴയിൽ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷം. താവക്കരയിൽ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തോട് ചേർന്നിടങ്ങളിൽ മുഴുവൻ വെള്ളം കയറി. വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്നതിനെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെയാണ് പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചത്. അപ്രതീക്ഷിതമായാണ് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് പ്രദേശത്ത് രൂപപ്പെട്ടത്. 150 വീട്ടിൽ കയറിയിട്ടുണ്ടാവും. 150 വീട്ടിൽ കയറിയിട്ടുണ്ടാവും. കുറേ ആൾ ഇറങ്ങാനുണ്ട്. 2-3 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കുറച്ചും കൂടി നോക്കിയിട്ട് ഇറങ്ങാനുള്ള ലെവലിലാണ് അവർ നിൽക്കുന്നത്. ശക്തമായ മഴയിൽ തളാപ്പിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവിടെ റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതിനിടെ തലശ്ശേരി പാട്യത്ത് വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന് സംശയം. മുതിയങ്ങ സ്വദേശി നളിനിയെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നാണ് സംശയം. വളപട്ടണത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു. കിടപ്പുമുറിയിലെ കട്ടിലിലേക്ക് കല്ലുകളും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും പതിച്ചു. വളപട്ടണം സ്വദേശി രതീഷിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ജില്ലയിൽ മഴ ഇനിയും ശക്തമായാൽ ദുരിതം വർദ്ധിക്കാനാണ് സാധ്യത. ജനം, കണ്ണൂർ.